ഇത് നമ്മുടെ ചിത്രികാമ രണ്ടോട് എടുത്തു നിന്നിട്ട്. ഹലോ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റംബൂട്ടാന്, മാംഗോസ്റ്റീൻ അതൊക്കെ വാങ്ങണം. അതൊക്കെ ഞാൻ പോയി വാങ്ങി, നഴ്സറി പോയി വാങ്ങി. ഇനി നമ്മളത് കുഴിച്ചിടാൻ പോകാം കേട്ടോ. കുഴിച്ചിടാൻ മുന്നേ ശരിക്കും അമ്മ ഇവിടെ നിന്ന് മീൻ മുറിക്കണം കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ ഓടി. അപ്പം നമുക്ക് എന്താ ഒരു മരം കൂടി എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. അതൊരു വെറൈറ്റി മരം, ഞാൻ ഇതുവരെ കേട്ടില്ല. അപ്പം നമുക്ക് മരങ്ങൾ ഏതൊക്കെയാണ്. ഇതാണ് അച്ഛൻ. അത് എടുക്കലേ, ഒറ്റ മിനിറ്റ് അത് ഈ അടിയിൽ നിന്ന് ഇളകിയുണ്ട്. അപ്പോൾ നമ്മൾ 3 മരം കേട്ടോ വാങ്ങിയത്. ഒന്ന് വെറൈറ്റി മരമായ ബറാബ, ഇതാണ് ബറാബ. പിന്നെ അടുത്തത് നമ്മുടെ ഒരു വെറൈറ്റി ആയ ഇതേതായിരുന്നു ഇത്, റംബൂട്ടാൻ N18 ആണ് വാങ്ങിയത്. ഇതാണ് റംബൂട്ടാൻ N18. അത് നമ്മുടെ സ്വന്തം മാംഗോസ്റ്റീൻ ആണ്. അങ്ങനെ 3 മരങ്ങളാണ് വാങ്ങിയത്. 3 മരം വാങ്ങിയപ്പം അതിൻ്റെ കൂടെ എള്ളുപൊടിയും വേണമെന്ന് പറഞ്ഞു. എള്ളുപൊടി എന്താണ് അടിയത്? എള്ളുപൊടിയും അങ്ങനെ എന്തൊരു സംഭവം കൂടി വേണമെന്ന് പറഞ്ഞു. എള്ളുപൊടിയും പിന്നെ എന്താണ്? കടലപ്പിണ്ണാക്ക് അല്ലേ? എള്ളുപൊടി അല്ലേ, എള്ളുപൊടി. സോറി ഗായ്സ്, എള്ളുപൊടിയാണ്. എള്ളുപൊടിയും പിന്നെന്താ അമ്മേ? കടലപ്പിണ്ണാക്ക് അമ്മതാണ്. അപ്പം ഞങ്ങൾ ഇനി ഇതിലേക്ക് ചാണകം വേണം. അപ്പം എന്നോടാണ് ഡാഡി ചാണകം എടുത്തോണ്ട്, പക്ഷെ എനിക്ക് ചാണകം എടുത്തുകൊണ്ടുവരാൻ ഒരു മടി കാരണം ഞാൻ അച്ഛനും കൂട്ടി ഇറങ്ങുകയാണ്. അപ്പം ഈ 3 മരങ്ങൾ നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിലായിട്ട് കുഴിച്ചിടേണ്ടതാണ്. അപ്പം അച്ഛൻ്റെ വണ്ടി ഇന്നലെ നന്നാക്കി കിട്ടിയിട്ടുണ്ട്. ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം വണ്ടി ഒന്ന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നന്നാക്കി എടുത്തു. അപ്പം ഞാനും അച്ഛനും കൂടി ഈ ബക്കറ്റിൽ ചാണകം എടുത്തുകൊണ്ടുവരാൻ പോവുകയാണ്. എന്നിട്ട് കുഴിച്ചിടണം. ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലായിട്ട് കുഴിച്ചിടാന്ന് വിചാരിക്കണേ. 3 മരമുണ്ട്. അപ്പം ഇത് 3ഉം മിക്സ് ആക്കിയിട്ട്, എനിക്ക് തോന്നുന്നു ചാണകമാണ് കുറച്ച് തോന വേണ്ടത്. മറ്റേത് 3ലേക്കും കൂടി തന്നതാണ് അവര്. അപ്പം ഞങ്ങള് എന്താ പറയാ, ചാണകം എന്റെ പാപ്പന്റെ വീട്ടിൽ പോയിട്ട് എടുത്തിട്ടുണ്ടോ. മിറർ പോയി തോന്നുന്നു, നമുക്ക് നോക്കാം. അപ്പം ഞങ്ങൾ ഇറങ്ങാം കേട്ടോ അച്ഛന്റെ വണ്ടിയായിട്ട്. അപ്പം ഇനി ചാണകം കളക്ട് ചെയ്യാൻ പോവാം വിത്ത് മൈ ഡാഡി കിരിച്ച. അപ്പം ഞങ്ങള് എന്റെ പാപ്പന്റെ പയ്യന്റെ മറ്റേ ഇതുണ്ടല്ലോ, ഇതിനെന്താ പറയാ ഡാഡി? പശു വളർത്തു കേന്ദ്രം ഒന്നുമല്ല, എന്തേനി തൊഴുത്തിലെത്തിയിട്ടുണ്ട് ഗൈസ്. തൊഴുത്ത് പെട്ടെന്ന് കിട്ടില്ല. തൊഴുത്തിലെത്തി. അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറയാം പശു വളർത്തു കേന്ദ്രമാണെന്ന്. നിങ്ങൾ നോക്കട്ടെ, പശു വളർത്തു കേന്ദ്രം പറഞ്ഞ ആളെ. ഇതാണ് നമ്മുടെ പശു വളർത്തു കേന്ദ്രം പറഞ്ഞ ആൾട്ടാ. അപ്പം ഇവിടുന്ന് ചാണകം എടുക്കണം. എനിക്ക് ചാണകം എടുക്കാൻ ഒരു മടി. എനിക്ക് ചില സാധനത്തിൽ വൃത്തി നോക്കുക ഞാൻ. എനിക്ക് മണ്ണൊന്നും പ്രശ്നമില്ല, എനിക്ക് ചാണകം എടുക്കുമ്പോൾ. അതാണ് അച്ഛൻ എന്നെ പറഞ്ഞയക്കാൻ നോക്കിയതാ. പൊടിയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പം ഇനി കഴിക്കോട്ടുകൊണ്ട് വാരി നമ്മുടെ ബക്കറ്റിലിടും. എന്നിട്ട് നമ്മളത് ചെടിക്ക് ഇട്ട് കൊടുക്കും. അപ്പം ഈ ചാണകം ഹണ്ട് ചെയ്യാൻ പോവാം. ഇതിന്റെ അടിയില് എന്തേ പൊടിയാണ് ഞാൻ എടുക്കും. നോ സീൻ. അപ്പൊ അച്ഛന്റെ കണ്ടുപിടുത്തം റെഡി ആയിരുന്നു കേട്ടോ. ഞങ്ങക്ക് ചാണകപ്പൊടി കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതാണെങ്കിൽ ഞാൻ വരും. അച്ഛൻ യോയോ ലുക്കിലാണ്. ഇന്ന് അവിടെ പണിയെടുക്കണല്ലോ വീട്ടില്. ഞാനും അച്ഛനും കൂടിയാണ് മരങ്ങളൊക്കെ കുഴിച്ചിടണേ. അപ്പം ചാണകം വേണ്ട, ചാണകപ്പൊടി കിട്ടിയിട്ടുണ്ട്. ഇത് വേണേ ഞാൻ കോരിക്കോളാം. കണ്ടോ അമ്മേ. അപ്പൊ പിന്നെ അപ്പൊ ഞങ്ങൾ ഇനി കൃഷിക്ക് വേണ്ടി, കൃഷിയല്ല മരം കുഴിച്ചിടലിന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റാക്കട്ടെ. അപ്പൊ ഗൈസ്, ഞങ്ങക്ക് ചാണകപ്പൊടി കിട്ടി. ബക്കറ്റാട്ടോ എൻ്റെ കയ്യിലുള്ളത്. ഇതിനി നമ്മുടെ വണ്ടീൻ്റെ അടുത്ത് എത്തിക്കണം. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഗൈസ്, വിചാരിക്കണ പോലെയല്ല. ഇതും കൂടി കിട്ടിക്കഴിഞ്ഞാലേ നമ്മുടെ ചെടിയുടെ മിക്സ് സെറ്റ് ആവുള്ളൂ. ഞാൻ അത് അവിടെ നിന്ന് വാങ്ങിയപ്പം എന്നോട് പ്രത്യേകം പറഞ്ഞാണ് ഈ 3 സാധനം വേണം. അപ്പം അതാട്ടോ ഞങ്ങൾ ഇത്ര ഇങ്ങോട്ട് വന്നത്. അപ്പം ഇത് ഇവിടെ ഉള്ളതുകൊണ്ട്, പാപ്പന് പശു ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് എടുക്കാമെന്നാണ് വിചാരിച്ചത്. എല്ലാം തന്നെ ഇപ്പോൾ ആ പച്ചച്ചാണം മൊത്തം കൊണ്ടുപോണ്ടി വന്നിന്. പൊടി തന്നെ കിട്ടിയിട്ടുണ്ട്. അമ്മേ. അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് മരങ്ങൾ കുഴിച്ചിടും. അച്ഛനകത്തേക്ക് 3 സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ ബാക്കിൽ സ്ഥലം കുറവാണ് ഞങ്ങൾക്ക്. അപ്പം ഉള്ള സ്ഥലത്ത് വെച്ച് വേണം ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പം ഞങ്ങൾ വീട്ടിലെത്തി. ഇനി നമ്മൾ കുഴിച്ചിടാൻ പോകാം കേട്ടോ മരം. അത് എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. എനിക്ക് കുറച്ചറിയാം, ബാക്കി അച്ഛന് നന്നായിട്ട് അറിയാം. അച്ഛൻ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഇനി കുഴിച്ചിടലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ എടുത്തോളാം. അച്ഛൻ ബക്കറ്റായിട്ടുണ്ട് പോയി. വെച്ചോ, അവിടെ വെച്ചു തോന്നുന്നു കേട്ടോ. വെച്ചിട്ടുണ്ട്. നല്ല അച്ഛൻ. അപ്പം ഞങ്ങൾ ഇനി കുഴിച്ചിടാൻ പോകാം കേട്ടോ.
കുഴി ഒഴിക്കണം. പിന്നെ അതുപോലെ വളം മിക്സ് ചെയ്യണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ വീട് ശരിക്കും ഒന്ന് പെയിന്റും ഒക്കെ ചെയ്യാനായിട്ടോ. മഴയായതുകൊണ്ട് മഴ കഴിഞ്ഞത് ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പെയിന്റ് മൊത്തം ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇനി കുഴി കുഴിക്കാൻ പോവാണ്. അപ്പം ഇതിന് വലിയ കുഴി വേണ്ടെന്നാട്ടോ അവരൊന്ന് പറഞ്ഞേ. ഇതിന്റെ അളവിലുള്ള കുഴി മതി. അപ്പം മാംഗോസ്റ്റീനാണോ അവിടെ കുഴിച്ചിട്ടുണ്ടേ? മാംഗോസ്റ്റീൻ നമുക്ക് ഇവിടെ കുഴിച്ചിട്ടില്ല. ഇതൊക്കെ വലിയ മരം എന്താ നമ്മളെ റംബൂട്ടാൻ ഇവിടെ ആക്കിയാലോ? അവിടെ ഈ പന്തലിക്കാൻ സാധില്ലേ? ലൈറ്റ് കിടക്കൽ കുറവാകും അല്ലേ? അപ്പൊ നിങ്ങൾ പറഞ്ഞോളൂ എവിടെ കുഴിച്ചിട്ടുണ്ടേ? നിങ്ങളെ ഐഡിയ വെച്ച് പറഞ്ഞോളൂ. ആ അപ്പൊ ഇത് ഇവിടെ. അപ്പം ബറാബയാണ് നമ്മൾ ആദ്യം കുഴിച്ചിടാൻ പോണേ. നമ്മൾ കുഴി എടുക്കാൻ പോവാം. ഇതാണ് ഞങ്ങളുടെ കോഴിക്കോട്. അപ്പൊ ഗൈസ് ബറാബ കുഴിച്ചിടാൻ പോണേ. ഇതാണ് ബറാബയുടെ ചെടി. ഈ സാധനം പ്ലാസ്റ്റിക് ഊരണ്ടേ? ഇല്ല. അപ്പം ബറാബ കുഴിച്ചിടാൻ പോണ ഗൈസ്. ഇത് എന്ത് ഫ്രൂട്ടാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാമൻ പറഞ്ഞതാണ്. ഇവിടെ അല്ലേ കുഴിക്കണ്ടേ? കുഴി എടുക്ക ഗൈസ്. പക്ഷെ ഇത് വലിയ പാടില്ല കേട്ടോ. നനഞ്ഞോട് വേഗം പോരുണ്ട്. വീഡിയോ എടുക്കുന്ന ആരാ അറിയോ? ചേച്ചി കേട്ടോ. ചേച്ചിനെ ഉൾക്കൊള്ളിച്ചില്ല. ചേച്ചിനെ അമ്മേനെയും കുഴിച്ചിട്ടുള്ള വീഡിയോ ആണ് വേറെ വരുന്നുണ്ട്. ഭയങ്കര മടി. എപ്പൊ തന്നെ ചിരിക്കുന്നു ബാക്കി കിടന്നുണ്ട്. അപ്പം എല്ലാവരെയും മുമ്പ് കൊണ്ടുവരും. അപ്പൊ ഈ സാധനം കുഴിച്ചെടുക്കാൻ എളുപ്പ. അധികം പണിയൊന്നുമില്ല. നനഞ്ഞു കേട്ടോണ്ട് എളുപ്പത്തിൽ കുഴിയായി കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ വളം മിക്സ് ചെയ്യുക, നേരെ കുഴിച്ചിടുക. പിന്നെ 2-3-4 കൊല്ലം കഴിഞ്ഞാൽ നമുക്കൊന്ന് പറിച്ച് കായ വരണം. അത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി സെറ്റ് ചെയ്യുമ്പോൾ വീടെടുക്കാം. ഇതിപ്പോൾ നമ്മൾ കുഴി എടുത്തു. ഇനിയിപ്പോൾ അവിടെ നിന്ന് മണ്ണ് മാറ്റാണ്. കൈക്കോടിൻ്റെ ആവശ്യമില്ലെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പം ഇനി ഇത് കുഴിയായിട്ട് നമ്മൾ വളം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇടും. അപ്പം ഇനി ഇത് കുഴിക്കണ്ടേ? കുഴിക്കട്ടെ. നമ്മുടെ വല്ലഭനും പുല്ല് വാഴുന്ന അങ്ങനത്തെ ഒരു പതിനഞ്ചില്ലേ? ആ സംഭവം പറഞ്ഞാൽ ഇഷ്ടികപ്പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ വീട് എടുക്കണേ. ഇനി ഒരു ട്രൈപ്പോഡൊക്കെ വാങ്ങണം. ഇനി നമ്മള് ഫസ്റ്റ് ഒരു കുഴി എടുത്തു, ഫുള്ളായില്ല. ഇനിയിപ്പോൾ അത് അച്ഛൻ ചിരട്ടോണ്ട് മാറ്റി ഇനി അടുത്ത കുറച്ചും കൂടി ആഴത്ത് കുഴിക്കാൻ പോകണം. കാരണം വളമൊക്കെ ഇടുമ്പോഴേ ആ സ്പേസ് ഫില്ല് ചെയ്യണ്ടേ. അപ്പം കുഴി എടുക്കാൻ പോണേ. അപ്പം മണ്ണ് തകൃതിയായിട്ട് നടക്കണ്ട്. ഇനി നമുക്ക് വളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല, ഞാൻ കാണിച്ച സ്റ്റാൻഡ് ഇതായിരുന്നു എൻ്റെ സ്റ്റാൻഡ്. ഇത് വെച്ചിട്ടാണ് ഞാൻ എടുത്തത്. അപ്പം ഇനി വളം മിക്സ് ചെയ്യണം. വളം എടുത്ത് വരാം. എള്ളുപൊടിയും പിണ്ണാക്കും. എന്തായിരുന്നു അമ്മേ? എള്ളുപൊടിയും എല്ലുപൊടിയും പിണ്ണാക്ക് തന്നെയല്ലേ? പിണ്ണാക്ക്, ചാണകം, 3 എണ്ണാണ്. ഒരാൾ ഇവിടെ ഓടി, ഇവിടെ മറവ് കയറി. അടുത്ത ആള് കോഴിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി സെറ്റ് ആവുന്നുണ്ട്. ഇവിടുത്തെ കോഴി നോൺ വെജാ. മീനിന്റെ പാർട്സ് ഒക്കെ തിന്നു കേട്ടോ. മീനിന്റെ പാർട്സ് എല്ലാം ഇട്ട് കൊടുക്കണേ. മീനിന്റെ തിന്നും. തക്കാളി കൊണ്ടുവരുന്നുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കാറുണ്ട്. ഇവിടെ എല്ലാ ട്രെയിനിങ്ങും കൊടുക്കും. ഏത് സാഹചര്യത്തിലും ജീവിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും ഞങ്ങൾ കൊടുക്കപ്പെടുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. അമ്മ വീഡിയോക്ക് നിൽക്കും അറിയില്ല. അയച്ചതാ. അടുത്തത് ഇതാണ് നമ്മളെ ചിത്രക്കുട്ടി. ഇതാണ് അമ്മ. എല്ലാരും ഹായ്. ഇതെന്താ? മീനിന്റെ ആണ്. ഈ മീനാട്ടോ കൊടുക്കാൻ പോണ കോഴിക്കൊക്കെ. ഇതാണ് അമ്മ. ഈ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. ഇപ്പൊ തീറ്റ കൊടുക്കാൻ പോവാണ്. അപ്ലോഡ് ചെയ്യുന്നത് കോഴി തീറ്റ ഒക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാം അപ്ലോഡ് കഴിഞ്ഞു. ഈ ഫുൾ നമ്മൾ കഥ പറഞ്ഞ് കഥാനായകൻ ഇവിടെ ഇരുന്ന് മറ്റേ വേര് പിടിച്ചു എന്ന് പറഞ്ഞ അവസ്ഥയായി. അച്ഛൻ കോരി കഴിഞ്ഞ 1/2 മണിക്കൂറായി എന്റെ. പക്ഷെ സെറ്റായില്ല. അതെങ്ങനെയാ മിക്സ് ചെയ്യണ്ട? അപ്പൊ വളം ഒരു ബക്കറ്റ് വേണ്ടേ? പാത്രോ എന്താ വേണ്ടേ? ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിലാണ് ഞങ്ങളിത് മിക്സ് ചെയ്യാൻ പോണേ. അപ്പം പ്ലാസ്റ്റിക് ഞാൻ വേണോ? അപ്പൊ ഒരു കുഴിക്കലും കൂടി കുഴിച്ചിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ബക്കറ്റ് എടുത്തിട്ട് ഈ 2 എല്ലുപൊടിയും പിണ്ണാക്കും പിന്നെ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അതിന്റെ അടിയിലും ഇടാൻ പറയുന്നത്, സൈഡിലും ഇടാൻ പറയുന്നത്. എന്നിട്ടാണ് മരം വെക്കേണ്ടത്. അപ്പൊ അതിനുള്ള കുഴി ഞങ്ങൾ സെറ്റാക്കി എടുക്കാം. അപ്പൊ അത്യാവശ്യം ഉണ്ടോ പെട്ടെന്ന് തന്നെ കുഴി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ബാക്കി കുഴിച്ചിട്ട് വീഡിയോ എടുക്കാം. ഗായ്സ്, അമ്മ പറഞ്ഞിട്ട് ചേച്ചിനെ കൊള്ളിക്കണമെന്ന്. പക്ഷെ ആള് പായും കുതിരയാണ്. കണ്ടോ അമ്മ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ പിടിച്ചോണ്ടിരിക്കേ. പിടിച്ചോ. കൊള്ളിക്കട്ടെ. ഇത് ശരിക്കും അമ്മേന്റെ മോളാന്ന് പറയുള്ളൂ. സെയിം ഫേസ് കട്ടാണ്. ഇതാണ് ഏട്ടന്റെ വൈഫ് ഐശ്വര്യ. ഞങ്ങള് ചേച്ചി തന്നെയാ പറയണേ. ചേച്ചി തന്നെയാണ്. ഇതത് 2 ഏകദേശം ചക്കിക്കൊത്ത ചങ്കരന്മാരാണ്. ശരിക്കും ഫേസ് ഏകദേശം ശരിയെ കട്ടുണ്ട് കേട്ടോ. ആ കണ്ണട അയച്ചേ 2 എടുത്ത് നിന്നിട്ട്
കന്നഡാണോ? കോൺഫിഡൻസ് അല്ലേ? അപ്പൊ ചേച്ചിനെ വീഡിയോ കൊള്ളിക്കാൻ അമ്മയാട്ടോ അപ്പം പിടിച്ചിട്ടത്. ഇനി ഇതിന്റെ ഫുൾ വീഡിയോ വരും, വല്ല ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇതൊക്കെ അലക്കാനുള്ള കേട്ടോ. അപ്പൊ കുറച്ചും കൂടി എടുക്കാം. ഈ മുറത്തിലാണ് ഞങ്ങള് വളം മിക്സ് ചെയ്യാൻ പോണേ. അപ്പം കുറച്ചും കൂടി ഇതപ്പൊ കുഴിയിൽ ഇറക്കി വെച്ചു ഞങ്ങള്. കുഴിയിൽ ഇറക്കി വെച്ചത് കറക്റ്റ് സെറ്റ് ഹൈറ്റ് ആണ്. അപ്പം കുറച്ചും കൂടി വേണം. വളമൊക്കെ ഇടുമ്പോൾ വളം ഇടുമ്പോൾ അത് കുറച്ചുകൂടി പൊന്തി വെക്കും. അപ്പം കുറച്ചും കൂടി ആഴത്തിൽ റൗണ്ട് കുറച്ച് വേണ്ടേ? അത്ര മതിയോ? അപ്പൊ റൗണ്ട് അത്ര മതി. അപ്പം ഈ കുഴി ഒന്നും കൂടി സെറ്റ് ആക്കി എടുക്കട്ടെ. എന്നിട്ട് വളം മിക്സ് ചെയ്തിട്ട് നമുക്ക് നടാം. എല്ലാരും ഇതുപോലെ ചെയ്യണം കേട്ടോ. എനിക്കും ഭയങ്കര മടിയായിരുന്നു പണ്ട്, ഞാൻ ഇതൊന്നും ചെയ്യാറില്ല. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് ഈ സംഭവത്തിനോട്. ഞങ്ങൾക്ക് ബാക്കിൽ കുറച്ചും കൂടി സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നടായിരുന്നു അല്ലേ? ഉള്ള സ്ഥലത്ത് നമ്മൾ ഫുൾ സെറ്റ് ആക്കി ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ താഴെ കുഴിച്ചിടും. ഇവിടെ ആകുമ്പോൾ നമുക്കെന്നെ പറിച്ചു കഴിക്കാലോ. നോക്കാൻ ആളുണ്ടാവില്ല. ബൗണ്ടറി ഫുൾ മതിൽ കിട്ടിയില്ല. അപ്പം അവിടെ ഉള്ള നമുക്ക് കിട്ടലുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ മാക്സിമം കൃഷി ചെയ്യാനാണ് ഉദ്ദേശിക്കണേ. അപ്പം അടുത്ത കുഴി എടുക്കട്ടെ. ഞാൻ പെട്ടെന്ന് വേർക്കൂട്ടോ, അതാ പ്രശ്നം. അപ്പം ഞങ്ങൾ മണ്ണ് കോരിയാണ്. ഇങ്ങനെയാണ് കോരിയിടുന്നത്. മണ്ണ് കോരി എടുക്കുകയാണ്. കണ്ടോ ഞാൻ വേർത്ത് കുളിക്കണ നോക്കി. അച്ഛൻ അത്ര വേർത്തില്ല, പക്ഷെ അച്ഛനും പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അനങ്ങിയപ്പം വേർക്കും, അതാണ് പ്രശ്നം. പിന്നെ അങ്ങ് നല്ല വേർക്കില്ലേ? ഇപ്പൊ വേർപ്പ് കുറവാ. എനിക്കാണ് നല്ല വേർപ്പുള്ളത്. ഇതാണോ വെള്ളം ഒലിക്കണ മാതിരി ഒലിക്കും. ഇത് ഷർട്ടൊക്കെ പിയ്യാണ്ടാവും എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞങ്ങൾ ഇനി വളം മിക്സ് ചെയ്യാൻ പോണേ. വളം മിക്സ് ചെയ്താടിയേ, എന്നിട്ട് എടുക്കാം. വളം ആദ്യം ഇടണം, താഴത്തു ഇട്ടിട്ട് പിന്നെ സ്വിങ്ങാണ് സൈഡിലുണ്ടേ. അപ്പൊ ഞങ്ങൾ വളം മിക്സ് ചെയ്യാൻ പോവാണ് ഗൈസ്. എന്താണ്? മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇടാനാ പറഞ്ഞത്. അപ്പൊ നമ്മള് ആദ്യം എല്ലുപൊടി ഇട്ടു. എല്ലുപൊടി മൊത്തം ശരിയല്ലേ? അല്ലെങ്കിൽ കുറച്ചെടുക്ക്. തയ്യോ അപ്പം സ്ഥലം അല്ല, ഇതിൽ തയ്യോ വയ്ക്കുക. വലുത് എന്ത് എടുക്കായിരുന്നു? ഇതിപ്പം എല്ലുപൊടിയാണ് ഇട്ടത്. കവറ് മാറ്റിയേക്കാം. നമ്മുടെ മറ്റേ കുടുംബശ്രീന്നോ പഞ്ചായത്തിന് ആൾക്കാർ വരും. പിന്നെ അതുപോലെ ചാണകത്തിന് കൂടെ മിക്സ് ചെയ്യണ്ട. മുകളിൽ അടിയിൽ ഇട്ട് കൊടുക്കണം. അപ്പൊ ഇത് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ചാണപ്പൊടി അതിന്റെ കൂടെ ഇട്ട് കൊടുക്കാന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇത് എന്നെക്കാട്ടി വലിയ കർഷകനായോണ്ട് ഞാൻ ഒന്നും പറയില്ല. ഉള്ളത് തന്നെയാണോ എന്റെ കൂടെ? സ്വന്തമായിട്ടുണ്ട് ഉണ്ടാക്കല്ലേ. അത് മതിയാവൂലേ? എല്ലാം കൂടി ചെടിക്ക് ഇട്ടാണല്ലേ. അപ്പോൾ നമ്മൾ അത്യാവശ്യം മിക്സ് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇട്ട് കൊടുത്താലോ? റെഡിയേ? ഞങ്ങൾ ഇട്ട് കൊടുത്തോളി. നമ്മളുണ്ടാ കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ മരം വെക്കുകയാണ് ഗൈസ്. അച്ഛൻ കുറേ മരം വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടി ചെയ്യണത്. 3 എണ്ണത്തിന് വേണേ, അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇട്ട് കൊടുക്കണ്ട്. അപ്പം വളം ഇടൽ കഴിഞ്ഞു. അല്ല, ചാണപ്പൊടി ഇടണം. ചാണപ്പൊടി അത് നമുക്ക് മറ്റേ ഇതുകൊണ്ട് ചെയ്യാം. അതെടുത്തോളി. ഈ ചിരട്ട വെച്ച് ചെയ്യാം. ഞാൻ ഇടണോ? അങ്ങനെ ഇടുക. ചിരട്ട വേണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ കൈ കൊണ്ടിടുകയാണ് ഗൈസ്. ഇത് കൈ കൊണ്ടിട്ടാ കുഴപ്പമൊന്നുമില്ലല്ലോ. ചാണപ്പൊടി ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഒച്ചട്ടാ മതി. ഞാൻ എടുക്കാറുണ്ട് ചോദിച്ചാൽ എടുക്കാറുണ്ട് കേട്ടോ. പക്ഷെ എനിക്കൊരു എടുക്കാനൊരു ഇത്. ബാക്കിയൊക്കെ പണി ചെയ്യും ഞാൻ. ചില സാധനത്തോട് എനിക്ക് ഭയങ്കര ഇതാണ്. ഫുഡിലായി എല്ലാ ഫുഡും ഞാൻ കഴിക്കും. പക്ഷെ ചില ഫുഡുകളുണ്ടല്ലോ എനിക്ക് കഴിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഈ കേസും. അപ്പം നിങ്ങൾ ചെടി ഇറക്കി വെക്കുകയാണ്. ഇറക്കി വെക്കല്ലേ, ഏച്ചിനെ കൊണ്ട് വീഡിയോ എടുക്കുക. ഏച്ചി ചെടി വെക്കണ വീഡിയോ എടുക്കാൻ വാ. ഇളക്കി മാറ്റി ഇനി നമ്മളിത് നേരെ കുഴിയിലേക്ക് ഇറക്കാൻ പോകട്ടോ. മുകളിൽ മരം തട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് മരം കുഴിച്ചിട്ട് കഴിഞ്ഞു ഗായ്സ്. ഫസ്റ്റ് മരം അപ്പം സക്സസ്ഫുള്ളി പ്ലാന്റഡ്. ഇനി ഇത് മൂടണം. ഇതിലേക്ക് കുറച്ചും കൂടി ചാണപ്പൊടി ഇടണം. എന്നിട്ട് ഇത് മൂടണം. മറ്റേ വളം അത്ര മതിയാവും തോന്നുന്നു. കാരണം 3 ചെടിക്കുള്ള വളമാണ് എനിക്ക് തന്നത്. ഞാൻ അറിഞ്ഞുകൂടെ, ഞാൻ 2 വാങ്ങിയപ്പോൾ തന്നത്. 1 എക്സ്ട്രാ പിന്നെ വാങ്ങിയത് ഈ ബറാബ. ഒരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട്. അപ്പൊ ഈ ചാണകം കൂടി വെതറിയിട്ട് നമുക്ക് കുഴി മൂടാം. എന്നിട്ട് ബാക്കി 2 ചെടികളിൽ നമുക്ക് കുഴിച്ചിടാം. ഇന്നത്തെ ക്യാമറമാൻ ഏച്ചിയാണ്. അപ്പൊ എന്തേലും കുറ്റം കുറവൊക്കെ ഉണ്ട് ഏച്ചിനെ പറഞ്ഞത് ഞാൻ ID താഴെ കൊടുക്കാം. അപ്പൊ ഞാനിതൊന്ന് ഫില്ലാക്കട്ടെ. ഇത്ര പറഞ്ഞില്ല ചാണപ്പൊടി ആവശ്യത്തിന് എടുത്തതുകൊണ്ട് നമുക്ക് കുറച്ച് തോന്നിടാം.
നല്ല പഴുതാരുണ്ട് ഇതില്. പഴുതാരല്ല, ഞാഞ്ഞോളൂ. മീനൊക്കെ പിടിക്കാനുള്ള ആൾക്കാർക്ക് പറ്റിയ സാധനം. ഞങ്ങള് മീൻ പിടിക്കാൻ പോട്ടോ. ഇനി എന്നാന്ന് പ്ലാനൊന്നുമല്ല. ഇവിടെ മീൻ പിടിക്കാൻ പോകും. തോണി റൈഡ് ഉണ്ട് ഞങ്ങളെ. ഇതൊക്കെ ഞാൻ കൊണ്ടുപോകുന്നതാണ്. അപ്പം ഈ കുഴി മൂടട്ടെ. എത്ര പോലെ ഇനി ചിരട്ട കൊണ്ട് മൂടാം. അപ്പൊ സക്സസ്ഫുള്ളി ഒരു മരം കുഴിച്ചിട്ടു. ഇനി അടുത്ത 2 മരം കൂടി ഉണ്ട്. ഒരു റംബൂട്ടാനും പിന്നെ നമ്മുടെ മാംഗോസ്റ്റീനും കൂടി. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് മരം കുഴിച്ചിട്ടു ഗായ്സ്. ഇനി ഇതിന് വെള്ളം ഒഴിക്കണം. പക്ഷെ ഇപ്പൊ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം മഴയല്ലേ. ഇപ്പം വളമൊക്കെ ഇട്ടുണ്ട്. ഈ വളവും വിക്കാസോട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് അച്ഛൻ പോയിട്ടുണ്ട്. ഞങ്ങൾ അവിടെയാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അവിടെ എന്താ കുഴിച്ചിടണേ? ഇതുവരെ ബാത്റൂം സോങ് ഉണ്ടായിരുന്നു കേട്ടോ. ബാത്റൂം സോങ് അമ്മ അവിടെ നിന്ന് നല്ല പാട്ട് പാടുണ്ടായിരുന്നു. വീഡിയോ എടുക്കുമ്പോൾ നിർത്തി. അപ്പം വീഡിയോ എടുക്കാൻ അത്യാവശ്യം വേണ്ടതൊരു സ്റ്റാൻഡാണ്. എൻ്റെ സ്റ്റാൻഡ് ഇതാണ്. മറ്റേ സ്റ്റാൻഡ് ഞാൻ എൻ്റെ വില്ലേജിന് കൊടുത്തു, പിന്നെ വാങ്ങിയിട്ടില്ല. അപ്പം നമ്മൾ ഈ സ്റ്റാൻഡ് യൂസ് ചെയ്തിട്ടാണ് വീഡിയോ. എന്താ പറഞ്ഞേ? വീഡിയോ ആയിട്ട് ഒന്നുമില്ലാന്ന്. നിങ്ങളെ പാട്ട് കിട്ടി വീഡിയോയില്. എന്താണ് അച്ഛനല്ലേ എന്തേലൊക്കെ പറച്ചാ? കൃഷി ഞാൻ പണിയെടുക്കുമ്പോ അങ്ങനെ ഒന്നും പറയാറില്ല, സംസാരിക്കാറില്ല അല്ലേ? നമ്മള് പട്ടാളത്തിലായതുകൊണ്ട് പട്ടാളത്തിന്റെ ട്രെയിനിങ്ങിലുണ്ട്. ട്രെയിനിങ്ങിലുണ്ട്. കുഴി വേഗം കുഴിക്കാൻ പറ്റുമോ? കുഴിയല്ല, ജോലിക്ക് പ്രയോറിറ്റി കൊടുക്കണം. ഞാനും ജോലിക്ക് പ്രയോറിറ്റി കൊടുത്തത് എന്റെ ജോലിയല്ലേ. നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് നമ്മുടെ വീഡിയോസ് കാണിച്ചു കൊടുക്കുക. എന്താണ് നീ അതിൽ മാത്രം പ്രയോറിറ്റി കൊടുക്കണുള്ളൂ. അച്ഛാ, അവിടെ കുഴി കുഴിച്ച് മണ്ണെടുത്ത് ഇതൊക്കെ ഇട്ടത് ഞാനല്ലേ? കണ്ടാ, ഞാനാ വേർത്തിട്ട്. ഒരു തുള്ളി വേർത്ത് കാണിച്ചേരി. കാണിക്ക് ഇവിടെ തുള്ളി വേർത്ത്. ഇതിന്റെ ബേജാറുണ്ട്. ബേജാറുണ്ടോ? എന്ത് ബേജാറ്? നിങ്ങൾ ഇന്നെ കളിയാക്കാൻ വേണ്ടി തുടങ്ങിയാണത്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ വേർക്കും. നമ്മള് അധ്വാനിക്കല്ലേ, അധ്വാനിക്കുന്ന തൊഴിൽ ജനതയാണ്. എവിടെ കുഴിക്കണ്ടേ? ഷീറ്റിലുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതുവരെ പ്ലാൻഡ് ആയില്ല എന്താ അവിടെ കുഴിച്ചിടുന്നത്. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പ്ലാനുകൾ മാറ്റാണ്. ആർമി ആയോണ്ടേ പ്ലാനുകൾ അപ്പം മാറ്റണം. ഭാവിയിലേക്കും കൂടി കൊണ്ടിട്ടാണ്. അതൊന്നല്ല, അപ്പൊ നല്ല ഇന്റലിജന്റ് ആണ് ആള്. പണ്ടത്തെക്കാൾ ബുദ്ധി ഇപ്പൊ എനിക്ക് ഉണ്ടോന്ന് സംശയം. കുറച്ചേരം ചെറിയ അഭിനയം ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കും. ഒന്നില്ലെങ്കിൽ മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കില്ല. എന്റെ അച്ഛനല്ലേ, കുറച്ച് അഭിനയൊക്കെ ഉണ്ടാവും. അധികം പണിയെടുക്കുന്ന കാണുമ്പോ ഒരു തമാശയൊക്കെ ഉണ്ട്. അധികം പണി നിങ്ങൾ ഇപ്പൊ പണി എവിടെ എടുക്കണേ? ഞാൻ ഇതാ കണ്ട കൈയുണ്ടോ? കൈ അപ്പൊ എന്റെ കൈ ഉണ്ടല്ലോ. ഏച്ചീനെ കംപ്ലൈന്റ് പറഞ്ഞ് അങ്ങോട്ടും കൂടെ നടക്കലാണ് ആശാന്റെ പ്രധാന ജോലി. അത് റിഡേയിൽ തമാശക്ക് പറയുന്നതാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തമാശ മാറുമല്ലോ. അപ്പൊ അതാണ് അച്ഛന്റെ പ്രധാന പരിപാടി ഇപ്പം. അപ്പൊ ഞങ്ങൾ അടുത്ത സംഭവം കുഴിച്ചിടാൻ പോകണേ. ഈ ഫോണിന്റെ കേസിലൊക്കെ ഭയങ്കരമായിട്ട് ചളിയായി പറഞ്ഞല്ലോ. ചളിയുള്ള സ്ഥലത്താണ് വെച്ചെടുക്കണേ. അപ്പൊ അടുത്ത ഏതാ ഉറപ്പിച്ചോ? ഗാഡി ഉറപ്പിച്ചോ? വീഡിയോ കട്ട് ചെയ്യാണോ? എന്റെ മോനെ കട്ടി പഠിച്ചോ? ഇല്ല കട്ടിയില്ല പറഞ്ഞത് എന്താ വേണ്ടേ? ഇപ്പളാ പിന്നെ മാറ്റി. ഇവിടെ ആ പ്ലാവ് ഇതും കൂടി ആവുമ്പോഴേ ഇവിടെ ഒരു ഒന്ന് ശരിയാവില്ല. പ്ലാവ് ഏത്? ഇത് കവുങ്ങല്ലേ? കവുങ്ങുണ്ട്. അപ്പൊ ആ പ്ലാവും വല്ലതല്ലോ. പ്ലാവ് നല്ല വല്ലതെന്നാണ്. അത് പ്ലാവ് എന്താമേ കഴിഞ്ഞു പോകൂല. അപ്പൊ ഞങ്ങൾ പിന്നെയും പ്ലാൻ മാറ്റി ഗൈസ്. കണ്ടാ, ഇവിടെ നിമിഷം നേരം കൊണ്ടാ പ്ലാനുകൾ മാറ്റണം. ഇവിടെ കുഴിച്ചിടാൻ പറ്റില്ല. ഇവിടെ മൊത്തം കാടായി പോവില്ല ഈ ചെടിയൊക്കെ ഉള്ളതുകൊണ്ട്. സ്ഥലത്തിന്റെ പരിമിതികളാണ് ഞങ്ങൾ അലട്ടുന്നത്. ഇവിടെ എനിക്ക് തോന്നാ മറ്റേ മാംഗോസ്റ്റീൻ അവിടെ പോകൂലേ? ആ പ്ലാവും കൂടി വരുമ്പോ നടക്കൂലേ? എവിടെ? മറ്റേ ചെടി അധികം വലുതാണല്ലേ? ഏത്? എനിക്ക് അറിഞ്ഞൂടാ. മറ്റേ റംബൂട്ടാൻ എന്തായാലും വലുതാവും, എനിക്ക് ഉറപ്പാ. മാംഗോസ്റ്റീനും അത്യാവശ്യം വലുപ്പം ഉണ്ടാവും. അത് പന്തലിച്ച് നിക്കണം മരം അടിയെ. അപ്പൊ അവിടെ തന്നെ ഒരു പന്തൽ മാതിരിയാവും. നമുക്ക് എന്നിട്ട് പന്തലായിട്ട് ഏത് മരം വേണം തീരുമാനിക്കാം. പ്ലാവ് ആവുമ്പോ എനിക്ക് എന്താ അറിയോ, ഈ കാറ്റത്തൊക്കെ നല്ല അത്യാവശ്യം ഹൈറ്റ്. അമ്മ ഈ പ്ലാവ് നല്ല ഹൈറ്റ് വരണ്ടാ? അമ്മേ ഈ പ്ലാവ് നല്ല ഹൈറ്റ് വരണ്ടാ? ചെറിയ പ്ലാവാ? എന്നാ ഡാഡി നമുക്ക് ഈ മരം ഇവിടെ തന്നെ കുഴിച്ചിട്ടാലോ? അവിടെ കുഴിച്ചിട്ടാലോ? അപ്പൊ ഞാൻ ഗൈസ് കണ്ടെത്തി, ആർമി പ്ലാനൊക്കെ ചീറ്റിപ്പോയി. ലാസ്റ്റ് എന്റെ പ്ലാനാണ് വിജയിക്കുന്നത്. അവിടെ എന്താ വെച്ചാല് ഇതും കൂടി വരുമ്പോഴേ, നമ്മളെ പ്ലാവും കൂടി വരുമ്പോ തിങ്ങി പോയിന്റ് കിട്ടു വെച്ചിട്ട്. ആണോ? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. പിന്നെയും പ്ലാൻ ഇവിടെ ഒരു മരം കുഴിച്ചിടാ, ഒരു മരം അവിടെ തന്നെ കുഴിച്ചിടാം.
അവരുടെ വീട്ടുകാരുടെ അഭിപ്രായം നമുക്ക് കേൾക്കണല്ലോ. അവിടെ ഒന്ന് ഇവിടെയും കുഴിച്ചിടാം, ഒന്ന് അവിടെയും കുഴിച്ചിടാം. ആ അവിടെ വേസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മള് അവിടെ കുഴിച്ചിടാം. അപ്പൊ അത്യാവശ്യം നല്ല വളം കിട്ടും. അപ്പൊ നമുക്ക് നല്ല ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം. ഇനി ഫ്രൂട്ട്സ് വാങ്ങും. ഇനി മൊത്തം ഇവിടെ ഓറഞ്ച്, ആപ്പിള് അതുപോലുള്ള സാധനമൊക്കെ മറ്റേ കാരക്ക അതൊക്കെ ഇമ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് പറിച്ച് കഴിക്കും അല്ലേ. ഇനി നമ്മൾ കുഴിച്ചിടാൻ പോകുന്നത് മാംഗോസ്റ്റീനാണ്. മാംഗോസ്റ്റീൻ ഈ കുഴിയിലാണ് കുഴിച്ചിടുന്നത്. പക്ഷെ അവിടെ ഒരു വലിയ കല്ലുണ്ട്. അപ്പൊ അച്ഛൻ നോക്കട്ടെ. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ അച്ഛൻ മെല്ലെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് മാംഗോസ്റ്റീൻ്റെ തൊലി ഇരിക്കാം. മാംഗോസ്റ്റീൻ ചെടിയുടെ തൊലി നമ്മൾ കീറിയെടുക്കുകയാണ് ഗൈസ്. ഇതാണ് മാംഗോസ്റ്റീൻ്റെ പ്ലാസ്റ്റിക് തൊലി. ഇത് നമുക്ക് ആവശ്യമില്ല. നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒറ്റ ചീന്തല. രണ്ട് ചെയ്യാൻ എളുപ്പാട്ടോ. വീഡിയോ എടുക്കണോണ്ടാണ് ഈ പ്രശ്നം. ഏച്ചിയൊക്കെ അവിടെ വർക്കിലാണ്. നമ്മളെപ്പോഴും വിളിച്ച് ബുദ്ധിമുട്ടിച്ച പ്രശ്നമല്ലേ. ഫുഡ് കഴിക്കേണ്ട ഉച്ചയ്ക്ക്. അപ്പം അമ്മ ഏച്ചിയൊക്കെ കുക്കിങ്ങിൻ്റെ തിരക്കിലാണ്. അവിടെ ഒരാൾ കണ്ടല്ലേ കുളിച്ച് മാറ്റി മുടി ഏച്ചി പറഞ്ഞ കാർക്കൂന്തൽ. ഇപ്പം എല്ലാവരും വീഡിയോക്ക് ഭയങ്കര ആക്റ്റീവാട്ടാ. അല്ലെങ്കിൽ ഒരാൾ ഒരു സാധനം ഉണ്ടാത്തിയ. അപ്പം കാർക്കൂന്തൽ റെഡിയാക്കാണ്. കാർക്കൂന്തൽ റെഡിയാക്കുന്ന ചിത്രികാമ നമുക്ക് കാണാം. അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നമ്മുടെ ചിത്രികാമ. ഇവിടെ മോളെവിടെ ഒളിച്ചെന്നുള്ള പണിയാ. കാർക്കൂന്തൽ റെഡിയാക്കാൻ ഐശുക്കുട്ടിയാണിത്. ഇവിടെ ഐശുക്കുട്ടി ഇതാണ്. ഏച്ചിന്റെ പേര് ഐശ്വര്യ എന്നാണ്. ഞങ്ങൾ വിളിക്കുന്നത് ചിപ്പി എന്നാണ്. ഐശ്വര്യയും ചിത്രിക ചിത്ര എന്നല്ല ചിത്രിക എന്ന് കുറെ പേര് സംശയം പറയാനുണ്ട്. ചിത്ര എന്നാണ് പേര്. സോറി ചിത്രിക. എപ്പോഴും വിട്ടുപോയതാ. ഇറങ്ങി നിക്കല്ലേ ഗൈസ്. എന്റെ കയ്യിൽ മൊത്തം ചളിയാട്ടോ. അപ്പൊ നമ്മുടെ ചിത്രക്കുട്ടി ഇവിടെ നിക്കി. ഒരാൾ ഇവിടെ നിക്കി. ഇങ്ങനെ നിക്ക്. ചിത്രക്കുട്ടി ആൻഡ് ഐഷുക്കുട്ടി. 2 kings, 3 kings, 4 kings. അപ്പോ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുന്നതാണ്. ഇന്ന് എന്താ ഫുഡ്? എന്താ പച്ചക്കറി. എന്ത് മീനാ ചോദിച്ചേ? മത്തി ധാരാളം. മത്തി പൊരിച്ചതും ചമ്മന്തി, പുളിങ്കറി, അച്ചാർ. അമ്മ അതില് മായം ചേർത്തിട്ടോ. അമ്മേന്റെ അച്ചാർ അടിപൊളി അച്ചാറാണ്. ശരിക്കും അത് ബ്രാൻഡായിട്ട് ഇറക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അച്ചാറാട്ടോ. അച്ചാറും പുളിങ്കറിയാണ് അമ്മേന്റെ സ്പെഷ്യൽ. ഉപ്പേരി ഉണ്ട്. അപ്പം പപ്പടം. ഗംഭീര ഫുഡ് ആട്ടോ. അപ്പൊ നടക്കട്ടെ പരിപാടി നടക്കട്ടെ. രണ്ടാളും പോ ഗട്ടടി വർക്ക് നടക്കട്ടെ. അപ്പൊ ഇനി അച്ഛന്റെ കൂടെ കൂടട്ടെ, അല്ലെങ്കിൽ അച്ഛന് കുറച്ച് ബോറടിക്കും. എന്തായി വിജയേട്ടാ? ക്ലീൻ ആക്കി അവിടെ ആ കല്ലെടുത്തോ? പറഞ്ഞ പണി ചെയ്യണ്ടേ? കല്ല് കിട്ടി ഇല്ല. ഇനി അതിന്റെ മുകളിൽ ഇട്ടാലും കുഴപ്പമുണ്ടോ? സൈഡിലേക്ക് പോയിക്കോളും വേരൊക്കെ. ഇനി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇനി പട്ടാള ബുദ്ധി നടക്കല്ല. ഇനി എന്റെ ബുദ്ധി ഒന്ന് നോക്കട്ടെ. നല്ല കളിയാക്കണായി തോന്നണോ നിങ്ങക്ക്? ചെറുതായിട്ട് ലേശം ചിരി. ചെറുതായി. അപ്പൊ ഞാൻ അത് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ ഗായ്സ്. എന്റെ ബുദ്ധി വർക്കൗട്ടായി. കല്ല് ഓൾമോസ്റ്റ് എത്തി. കണ്ടോ? അച്ചപ്പഞ്ഞി ഫുള്ള് പണിയെടുക്കാൻ പോവാണ്. ഇത്രയും വലിയ കല്ലാട്ടുണ്ടായിരുന്നു. എൻ്റെ അടിയിൽ നിന്ന് കാണിച്ചിരിക്കേ. വർക്കിലാണ്. അത്യാവശ്യം പാടിട്ടു. ഫുൾ ബ്ലോക്കായി കിടക്കുന്നു. വലിയ കല്ല അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതെടുക്കാനുള്ള പരിപാടിയാണ്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 2 കൊത്തലും കൂടി കഴിഞ്ഞാൽ സാധനം നമ്മുടെ കൈ കിട്ടുട്ടോ. അച്ഛ അതിൻ്റെ പണിയിലാണ്. അപ്പം നമുക്കതെടുക്കാം. അപ്പം അവിടെ വെക്കാം ക്യാമറ. അപ്പോൾ വലിയ കല്ലല്ലേ. അത് ഞാൻ ഇളക്കി കേട്ടോ. ടീച്ചറെ കൂടെ ഇവിടെ നിന്ന് കൊത്തോ. ഇവിടെ എന്തായാലും ഇവിടെയൊക്കെ മുളകുണ്ടേ, നോക്കി കൊത്തണം. എൻ്റെ അമ്മോ വലിയ കല്ല്. അതിപ്പോ ഏകദേശം പോകുന്നുണ്ട്. നോക്കാം. നല്ലൊരു അടി കിട്ടിയിട്ട് അവിടെ. എന്താ അറിയോ, കല്ലിന് മുകളിൽ കൂടെ വേര് പോകണ്ട്. അപ്പൊ വേരിന്റെ ശക്തി കൂടി കിട്ടൂല.
അതിൽ പെട്ട് കിടക്കുകയാണ്. പക്ഷേ നമ്മൾ ഓൾമോസ്റ്റ് പൊക്കിയെടുത്തു. കാരണം ചെടീൻ്റെ വേരിക്കൊക്കെ അങ്ങോട്ട് പോകണമെങ്കിലേ അത്യാവശ്യം വിഷമാണ്. അത് വലിയ കല്ല. അമ്മേ കല്ല് കിട്ടി ഗായ്സ്, കല്ല് കിട്ടി. ഇത്രയും വലിയ കല്ലായിരുന്നു. ഇത്രയും വലിയ കല്ല് ഞങ്ങള് അവിടെ നിന്ന് പൊക്കിയെടുത്തത്. ഇനി ഇത് മൂടണം, എന്നിട്ട് വേണം മരം വെക്കെ. ഇവിടെ റംബൂട്ടാൻ കുഴിച്ചിട്ടുള്ള അത്ര വലിയ കുഴിയല്ല ഗായ്സ്. അങ്ങനെ അതിശക്തമായ പ്രയത്നത്തിലൂടെ ഞാനും അച്ഛനും കല്ല് എടുത്തു. ഇനി നമുക്ക് വളം ഇടാം. ഓക്കെ, അത് മറ്റേ മരത്തിനുള്ള അത്ര മതി. ഇനി കുറച്ച് ചാണപ്പൊടിയും കൂടി ആകുമ്പോൾ സെറ്റാവും. ഇങ്ങനത്തെ പണിയാണെങ്കിൽ നമുക്ക് ജിമ്മിന് പോകണ്ട, വീട്ടിൽ നിന്നാൽ മതി. നമ്മൾ ചിരിക്കുക അവിടെ നിന്ന്. അത്യാവശ്യം പാട് കിട്ടും കാഴ്ച. അല്ല, ആ വലിയ പോക്കാമായിട്ടുള്ള കല്ലാണ് ഞങ്ങൾ അതിന് കുഴിച്ചെടുത്തത്. ഇനി അടുത്തെടുക്കട്ടെ. ചാണപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ മാംഗോസ്റ്റീൻ വെച്ച് കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ മാംഗോസ്റ്റീൻ്റെ ചെടി, മരം, എന്താ പറയുക, തൈ. മാംഗോസ്റ്റീൻ തൈയാണ്. അപ്പം നമ്മൾ നേരെ കുഴിയിലേക്ക് വെക്കാൻ പോണേ. റെഡിയല്ലേ ഡാഡിയെ? വെക്കട്ടെ. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് മാംഗോസ്റ്റീൻ്റെ മരം കുഴിച്ചിട്ട് കഴിഞ്ഞ് കാഴ്ച ഇതാണ് നമ്മൾ വെച്ചത്. ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ചാണകപ്പൊടി ഇടണം. ചാണകപ്പൊടി അത്യാവശ്യം ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഇത് മൂടാൻ പോകണേ. ഇനി കുറച്ച് നേരം ഷോർട്ട് ബ്രേക്ക്, ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ, എന്നിട്ടേ അടുത്ത മരം കുഴിച്ചിടാൻ പറ്റുള്ളൂ. ഇന്ന് പിന്നെ വേറൊരു ഇതും കൂടി ഉണ്ട്. ചേച്ചിയുടെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. നമുക്ക് വ്ളോഗ് കൊള്ളിക്കാൻ നോക്കാം. ഞങ്ങളെ പൊക്കി ഗൈസ്. അവിടെയുള്ള കറിയപ്പ് മരം എല്ലാം ഞങ്ങൾ അപ്പുറത്തേക്ക് മാറ്റി കുഴിച്ചിട്ടായിരുന്നു. പക്ഷെ അമ്മ പൊക്കി. എന്താ പറ്റിയ? ഞങ്ങൾ ഒന്നും ഇല്ലാഞ്ഞപ്പോ ആക്കിയതാ. ഇതാരും കുഴിച്ചിട്ടാ? കുഴിച്ചിട്ടോളിന്നാല് വിക്കാസുണ്ട്. എങ്ങനെയാക്കിയാ? ഇതേ ഒന്നുകൂടി കുഴിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സാമ്പിളായിട്ട് പോയിട്ട് കുഴിച്ചിട്ടോ. ഇത് പക്ഷേ ഇല ഞാൻ ഉണ്ടാവില്ല വെച്ചു. നിങ്ങൾ മുറിച്ചാണോ അപ്പൊ ഇല? അമ്മ ചെറുതാക്കി ഉണ്ടാക്കാൻ വേണ്ടി മുറിച്ചാണ്. ഞങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ അത് കുഴിച്ചിട്ടുകൊണ്ട് എടുത്തപ്പോഴേക്ക് കുഴിച്ചിട്ടാണ്. അപ്പൊ കുറച്ചുകൂടി ആഴം വേണമെന്നാണ് അമ്മ പറഞ്ഞത്. പൊതി തരണ കണ്ടോ? എനിക്ക് സാധനമൊക്കെ കൊണ്ടുതരും. എങ്ങനെ? ആഴല്ലേ വേണ്ടേ? ആഴം ഞാൻ ഇപ്പൊ സെറ്റ് ആയിട്ടാ. അവിടെ തന്നെ കുഴിച്ചിട്ടാ? ഞാൻ വെറുതെ കൊത്തിട്ടേക്ക്. ഞാൻ കുഴിച്ചോളാം. അപ്പൊ അമ്മേന്റെ ഐഡിയ പ്രകാരം ഞങ്ങള് കുഴി കുഴിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതാ ഉള്ളോട്ട് പോണ്ട്. ഇതാ ആഴുണ്ട്. അത് നല്ല ഉള്ളോട്ട് ആഴുണ്ട്. എത്ര മണ്ണാവാണ്ട്? ഇതാ ഇത് മണ്ണാവും. ഇത് എവിടത്തെ ഉണ്ട് ഇല്ലേ? ഇത് അടുത്ത ആളതാ. ഞാനേ അവിടുന്ന് കറിവേപ്പിന്റെ ഇല എടുത്തായിരുന്നു. അപ്പൊ അമ്മ പൊക്കിയതാ. ഞാൻ മെല്ലെ തൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ അത് കണ്ടുപിടിച്ചു, ആഴത്ത് കുഴിച്ചിട്ടു. ഇപ്പൊ സെറ്റല്ലേ? നൂറുന്നല്ലേ? നീ നൂറിനോ? കല്ല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ്. സെറ്റല്ലേ? അങ്ങനെ ആണെങ്കിൽ അയ്യോ എനർജി മൊത്തം കഴിഞ്ഞിട്ടോ. ഞാൻ അടുത്ത മരം കുഴിച്ചിടാൻ പോവാണ്. അപ്പം നമ്മൾ മൂന്നാമത്തെ തൈയും സക്സസ്ഫുള്ളി വെച്ചിട്ടുണ്ട്. ഇതാണ് മൂന്നാമത്തെ തൈ. റംബൂട്ടാൻ N18 എന്ന വിഭാഗമായിട്ട് വെച്ചത്. കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചെടി. ഇത് അത്യാവശ്യം ലെവൽ വെച്ചിട്ട് ഇനി നമുക്ക് മണ്ണിടാം. സോറി ചാണപ്പൊടി ഇടാണ്ട്. ചാണപ്പൊടി ഇങ്ങോട്ട് വെക്കുന്നു. നമ്മളിങ്ങനെ കോരി എടുത്തിട്ട് നിറച്ച് കൊടുക്കുന്നു. കണ്ടോ? ചാണപ്പൊടി നമുക്ക് വലിയ ഇഷ്യൂ ഇല്ല. നനഞ്ഞ ചാണകമൊക്കെ ആകുമ്പോഴേ എനിക്കതിന് സ്മെല്ല് കൂടി വരുമ്പോൾ എനിക്കത് പറ്റൂല. പക്ഷെ അച്ഛനും അമ്മയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കത് എന്താ അറിഞ്ഞൂടെ ഒരു പ്രശ്നമാണ്. ചാണപ്പൊടി ആകുമ്പോൾ പ്രശ്നമില്ല. ഇത് മതിയാവൂലേ? അത്യാവശ്യം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് മണ്ണും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഗതി ഓക്കെയാണ് ഗായ്സ്. കുറച്ച് കഷ്ടപ്പെടാട്ടോ എന്നെ സംബന്ധിച്ചിട്ട്.
ജിമ്മിൽ പോകുമ്പോൾ ഇത്ര പ്രശ്നമില്ല കേട്ടോ. ഞാൻ 2 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. പക്ഷേ അപ്പം ഇത്ര കുഴപ്പം വരില്ല. എന്താണോ ഇതിൻ്റെ കുട്ടൻസ് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മുടെ N18 കുഴിച്ചിട്ട് കഴിഞ്ഞു ഗായ്സ്. മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. നന്നായിട്ട് കുഴങ്ങിയിടുങ്ങ, നന്നായിട്ട് കുഴങ്ങി തലയൊക്കെ കിളി പറക്കണമായിട്ടുണ്ട്. കൈയൊക്കെ കഴുകി ഒന്ന് കുളിക്കണം, കുളിച്ചിട്ട് ഫുഡ് കഴിക്കണം, എന്നിട്ട് ചെക്കന്മാരടുത്തേക്ക് ഇറങ്ങണം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഫ്രണ്ട്സൊക്കെ പുറത്തുള്ളത്, അപ്പോൾ അവന്മാരടുത്തേക്ക് ഇറങ്ങണം. ഇത് നമ്മുടെ റംബൂട്ടാൻ N80 ആണ്. ഇവിടെ നേരെ തൊട്ടടുത്ത് അതാണ്. ഇത് ബറാബർ അല്ല കേട്ടോ, സോറി ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയതാണ്. ഇത് ബറാബയാണ്. പിന്നെ അതിന് തൊട്ടടുത്താണ് നമ്മുടെ സ്വന്തം മാംഗോസ്റ്റീൻ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് കൈയൊക്കെ കഴുകുകയാണ്. ഞാൻ ഒരു കാര്യത്തിൽ സമ്മതിച്ചു, ഞാൻ ഇത്ര 3 പുഴി എടുത്തപ്പോൾ ഇങ്ങനെ. അപ്പം ഈ കുടുംബശ്രീ അല്ല, പണി എന്ത് ഈ തൊഴിലുറപ്പൊക്കെ പണിയെടുക്കുന്ന ഏച്ചിമാരൊക്കെ സമ്മതിക്കണം. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യല്ലേ, സമ്മതിക്കണ്ടോ? പക്ഷേ ഞാൻ ജിമ്മിൽ പോകുമ്പോൾ എനിക്ക് ഇത്ര കുഴപ്പം തോന്നാറില്ല. ഇത് അത്യാവശ്യം ടാസ്ക്കായിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം നല്ല ടാസ്ക്കായിരുന്നു. ഈ നാട്ടിലൊക്കെ പണിക്ക് പോകുന്ന ആൾക്കാർക്ക് ഞാൻ സമ്മതിച്ചു. അപ്പം ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ. അപ്പം ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.